ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനി വാഷിംഗ് മെഷീനാണ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് 3 കിലോ വരുന്ന ഒരു വാഷിംഗ് മെഷീനാണ്. അത് വിത്ത് ഡ്രയറോട് കൂട്ടിയിട്ട് വരുന്ന ഒരു വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ ഒരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ റൂമിലെ ബാത്റൂമിൽ നമുക്കിത് സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് യൂസ്ഫുൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നാന്ന് ഇടുന്ന ഡ്രസ്സ് നമുക്ക് അന്നാന്ന് തന്നെ വാഷ് ചെയ്യാൻ പറ്റും. ഒരു സെറ്റ് ഡ്രസ്സ്, അതായത് ഒരു ജീൻസ്, ഒരു ഷർട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ. നമുക്ക് പുറത്തേക്ക് എടുക്കാം. നല്ല പ്രൊട്ടക്ഷൻ കവറിങ് ആണ്. ഒരു എയർ സംഭവമൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ വരുന്നത്. നിങ്ങൾക്ക് കാണാം DMR മിനി വാഷ് എന്ന ബ്രാൻഡിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. ഇവിടെ നമുക്ക് വാട്ടർ ഇൻടേക്കിൻ്റെ ഒരു പൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്പിന്ന് നമുക്കിതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യാനും സ്പിൻ ചെയ്യാനും ഡ്രയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 3 സെക്കൻഡ് ഉണ്ടോ ആ ടൈമർ ഇങ്ങനെ ഓടുന്ന കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. 15 മിനിറ്റ് വരെ നമുക്ക് ടൈമർ വെക്കാം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാണെന്ന് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതിനകത്ത് നമ്മളെ ഡ്രയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഡ്രയറിൻ്റെ ബാസ്ക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലിഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ 3 കിലോൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിൽ പവർ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളെ വാട്ടർ പൈപ്പാണിത്, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ വാറൻറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രോപ്പറായിട്ട് ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നുണ്ടോ, ഡ്രയർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മളെ ബാത്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്ലഗ് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രയറും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പൈപ്പും വരുന്നുണ്ട്. അത് രണ്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഒരു പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു വാട്ടർ പൈപ്പ് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെ പൈപ്പിൽ ഫസ്റ്റ് ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വാട്ടർ ഇൻടേക്ക് വരുന്നുണ്ട്. ഈ വാട്ടർ ഇൻടേക്കിലേക്ക് ഉള്ളിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെള്ളം ഇതിനൊക്കെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ വാട്ടർ ഇൻടേക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പൈപ്പിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം കയറും. കണ്ടോ വൈസ്, നമ്മളെ വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ വെള്ളം ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിലായിട്ട് വാട്ടർ ലെവലൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരു വാട്ടർ ലെവലുണ്ട്. ആ വാട്ടർ ലെവലിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് സംഭവം. ഇപ്പോൾ വെള്ളം ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്താണ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളെ വെള്ളത്തിൽ ഈ ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈമർ കാണാം. കണ്ടോ, ഈ ടൈമർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ വാഷ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, നമ്മളെ മെഷീന് വർക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമുക്കിത് വാഷിങ് നടക്കുന്നുണ്ട്. കണ്ടോ, നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമുക്കിത് വാഷിങ് നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വാഷിംഗ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ആവട്ടെ. ഇത് 15 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവട്ടെ. ഇവിടെ നമുക്ക് ടൈമർ കുറഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വാഷിങ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താ അവസ്ഥ നോക്കുകയാണെങ്കിൽ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. മൗണ്ടയിൽ പോലെ അയക്കുന്ന വെള്ളം നല്ല കലങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം. ഏകദേശം പകുതിയോളായി. ടൈമർ നോക്കിയാൽ കാണാം പകുതിയോളായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 0-ലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നത്. പിന്നെ മറ്റേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇത് കട്ടാവണ സെൻസറൊന്നുമില്ല. സംഭവം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വലിയ കുലുക്കമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. വലിയ വൈബ്രേഷന് കാര്യങ്ങളൊന്നുമില്ല.
നല്ല ക്ലീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം. നമ്മൾ ടോയ്ലറ്റിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്, പക്ഷേ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വാഷിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ടൈമർ 0-ലായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട്. കണ്ടോ, വാഷിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളം കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് വേണം. നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ഒരു പൈപ്പ് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് നേരെ ഇങ്ങനെ എടുത്തിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ആ വെള്ളം ഫുള്ള് ഡ്രെയിൻ ഔട്ടായി പോവും. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ടായി പോകുന്നതാണ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വാട്ടർ ലെവൽ കൂടുതലായിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ട് നമുക്കിത് റിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റിൻസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അപ്പോൾ അതൊക്കെ പോയിട്ട് ഫുള്ള് ക്ലീൻ ആയിട്ട് നമ്മളെ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോത്ത് നമുക്ക് നല്ല വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റിൻസൊക്കെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇപ്പോൾ കുറച്ച് വെറ്റാണ്, അപ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഈ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റ് ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, ആ ലോക്കിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഡ്രയർ സെറ്റാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളങ്ങനെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഈ ക്യാപ്പും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഡ്രൈയിങ് സെറ്റാണ്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഷ് മോഡ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പിന്നിങ് മോഡിലേക്ക് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പിന്നിൻ്റെ ടൈമർ കാണാം, വാഷ് സ്പിൻ ടൈമർ, അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ. കണ്ടോ, ഇവിടെ ഡ്രൈയിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. നല്ല അടിപൊളിയായിട്ട് ഇത് ഡ്രൈയിങ് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് മുഖത്തേക്ക് നല്ല കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ഡ്രൈയിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈയിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഫ്രണ്ട്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലോത്ത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വാഷിംഗ് മെഷീൻ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വാഷിങ്ങും ഡ്രൈയിങ്ങും റിൻസിങ്ങും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക ഹോസ്റ്റലേഴ്സിലാണ്. കാരണം ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വാഷ്റൂമിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 4900 rupees. ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കയറി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് 1 year വാറൻറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ സെമി ഓട്ടോമാറ്റിക് 3 കിലോൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്